ഇന്ന് വൈകുന്നേരം അല്പസമയം യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ചാണ് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യരെക്കുറിച്ച്, അപ്പോസ്തലന്മാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എല്ലാവരെയും കുറിച്ച് ഇല്ല, എന്നാൽ ചിലരെക്കുറിച്ച് ഉണ്ട്. അതിൽ തള്ളിപ്പറഞ്ഞ പത്രോസും അനുദപിച്ച് വീണ്ടും ഏറ്റുപറഞ്ഞ പത്രോസും ഉണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആണിപ്പാടുകളിൽ സ്പർശിച്ചു എന്ന് പറയുന്നില്ല എങ്കിലും അതിൻ്റെ സൂചനകൾ നൽകി സഭയുടെ പാരമ്പര്യം അങ്ങനെ വിശ്വസിക്കുന്ന സ്പർശിച്ച പരിശുദ്ധ തോമാ ശ്ലീഹായെക്കുറിച്ചുണ്ട്. ഒറ്റിക്കൊടുത്ത യൂദായെക്കുറിച്ചുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു വിവരണമാണ് യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശുതമ്പുരാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും യേശുതമ്പുരാൻ്റെ മാറിൽ ചാരിയിരിക്കുകയും ചെയ്ത ഒരു ശിഷ്യൻ. മനുഷ്യരെല്ലാവരും വികാരങ്ങളുള്ളവരാണ്. ആ വികാരങ്ങളെല്ലാം തന്നെ നാം മിക്കവാറും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 വികാരങ്ങളാണ് സ്നേഹം, ദുഃഖം, കോപം. സ്നേഹം കൂടുമ്പോഴും ദുഃഖം കൂടുമ്പോഴും ആരുടെയെങ്കിലുമൊക്കെ കരവലയത്തിൽ മാറോട് ചേർന്നിരിക്കുവാൻ മനുഷ്യൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ നേരെ വിപരീതമാണ് കോപം വരുമ്പോൾ തള്ളിമാറ്റാനും നാം ശ്രമിക്കാറുണ്ട്. അങ്ങനെ യേശുതമ്പുരാനോടുള്ള സ്നേഹം അഗാധമായി യേശുതമ്പുരാനെ തിരിച്ചും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ ശ്ലീഹ. യേശു ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ശ്ലീഹ. ഈ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയുവാൻ ചില സൂചനകൾ സുവിശേഷത്തിൽ നൽകുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ ചിതറി ഓടിപ്പോയ ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായി യേശുതമ്പുരാനോടുള്ള സ്നേഹം അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുവാനായിട്ട് യോഹന്നാനെ പ്രേരിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ വളരെയധികമാണ് എന്ന് യേശുവിൻ്റെ അമ്മ കന്യകമറിയാമിനെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നതിലൂടെ യോഹന്നാൻ നമ്മോട് പറയുന്നുണ്ട്. എന്ത് മനോഹരമായ അനുഭവങ്ങളാണ് യോഹന്നാനുള്ളത്. സുവിശേഷത്തിൽ പ്രത്യേകിച്ചും യേശുതമ്പുരാനെ ഇത്രയും ആഴമായി മനസ്സിലാക്കിയ ജീവിച്ചിരുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെയുള്ള